Hello guys, welcome back to my YouTube channel. So I think after many months, not even months, after years ആണ് ഞാനിങ്ങനെ എൻ്റെ യൂട്യൂബിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ എം വെരി മച്ച് എക്സൈറ്റഡ്. ഭയങ്കര സന്തോഷം. എന്താണെന്നറിയത്തില്ല, എനിക്ക് പെട്ടെന്നൊരു മൂഡ് വീഡിയോ ചെയ്യണം, ലൈക്ക് ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ഒരു 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 ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു സ്പാർക്ക് കിട്ടി. അപ്പോൾ ഞാൻ തന്നെ പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്തേക്കാം. സോ നിങ്ങൾ തംബ്നെയിൽ വായിച്ച പോലെ തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പെർഫ്യൂം കളക്ഷനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ആൻഡ് ദിസ് വീഡിയോ ഈസ് ഗോയിങ് ടു ബി ലിറ്റിൽ ലെങ്തി ബിക്കോസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഷോയിങ് മൈ പെർഫ്യൂംസ്. അതിൻ്റെ ഒരു സ്റ്റോറി, ഓരോ പെർഫ്യൂമും ഞാൻ മേടിച്ചതിനെ പറ്റിയൊക്കെ കുട്ടി എൻ്റെ ഒരു മെമ്മറി പോലെ, ഒരു സ്റ്റോറി പോലെ ആയിരിക്കും. അപ്പോൾ ഇറ്റ്സ് ഗോൺ ബി ലിറ്റിൽ ലെങ്തി. അപ്പോൾ പെർഫ്യൂമിനെ പറ്റി കേൾക്കാനും കാണാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് മുമ്പേ പറയാണ്. ടുഡേസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് മൈ ടോപ്പ് 10 ഫേവറേറ്റ് ഡിസൈനർ fragrances. So those who are really interested in fragrance, smell, those are really interested in watching videos regarding perfumes can continue watching. So yeah. അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ലെങ്തി ആയിരിക്കും ബിക്കോസ് എനിക്കിങ്ങനെ പെട്ടെന്നൊന്നും ഇതിനെപ്പറ്റി ഇങ്ങനെ ഓടിച്ച് പറയാൻ പറ്റില്ല. എനിക്കിങ്ങനെ ഭയങ്കര പെർഫ്യൂമിനെ പറ്റി ഭയങ്കരമായിട്ടുള്ള നോളജൊന്നുമില്ല ബിക്കോസ് ഐ ആം നോട്ട് എ പ്രോ ഇൻ ദാറ്റ്. ബട്ട് കുറേയൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, കുറേയൊക്കെ ഞാൻ നോക്കി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പെർഫ്യൂം എന്ന് വെച്ചാൽ ബേസിക് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഏത് തരം പെർഫ്യൂംസ് ആണുള്ളത് അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അങ്ങനെ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. ഫോർ സം റീസൺ എനിക്ക് പെർഫ്യൂമിനോട് എന്തോ ഒരു ഭയങ്കര ഒരു ഒബ്സഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇപ്പം എനിക്കിങ്ങനെ ഒരു ഭയങ്കര കളക്ഷൻ ആക്കണം എന്നുള്ളൊരു, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ലൈക്ക് വലിയൊരു ഷെൽഫ് വേണം, ആ ഷെൽഫിൽ നിറയെ പെർഫ്യൂം വെക്കണം. അങ്ങനെ അതാണ് എന്തോ ഒരു ഭയങ്കര ഒരു ഇഷ്ടം, ഒരു ഒബ്സഷൻ ഇങ്ങനെ പെർഫ്യൂമിനോട്. ഫ്രീക്വൻ്റ്ലി ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത് മോൾഡീവ്സിൽ ജോലി കിട്ടിയതിന് ശേഷമാണ്. അപ്പോഴാണ് നമ്മൾ പല എയർപോർട്ടിൽ പോകുമ്പോഴും ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കയറുന്നതും കാണുന്നതും. അങ്ങനെയാണ് എനിക്കൊരു പെർഫ്യൂം ഒബ്സഷൻ ഇങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് ബ്ലാക്ക് ഓപ്പിയം എന്ന് പറയുന്ന ഒരു പെർഫ്യൂമിനെ പറ്റി ഭയങ്കര ഒരു ഹൈപ്പ് വന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ബ്ലാക്ക് ഓപ്പിയം എന്ന് പറയുന്ന പെർഫ്യൂമിനെ പറ്റി കേൾക്കുന്നത് തന്നെ ഞാൻ മോൾഡീവ്സിൽ വന്നിട്ടാണ്. അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ ഡ്രസ്സിൽ ആ ഒരു പെർഫ്യൂം അടിച്ചിട്ട് എത്ര നാൾ കഴിഞ്ഞാലും മാറത്തില്ല, ഭയങ്കര സ്മെല്ലാണ്. അങ്ങനെ അവളത് പറഞ്ഞ് അത്രയും ഹൈപ്പ് വന്നപ്പം ഐ റിയലി വോണ്ട് ട്രൈ ദാറ്റ് പെർഫ്യൂം, ഐ റിയലി വോണ്ട് സീ ദാറ്റ് പെർഫ്യൂം. എനിക്കത് കണ്ണുകൊണ്ട് കാണണം എന്നൊരു ഭയങ്കര ഒരു ആഗ്രഹം. അങ്ങനെ ഞാൻ പെർഫ്യൂം ആ ബ്ലാക്ക് ഓപ്പിയം മേടിക്കാൻ ഞാൻ അങ്ങ് തീരുമാനിച്ചു. നാട്ടിലേക്ക് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കൊച്ചിയിൽ പോയ സമയത്ത് ഞാൻ ഈ ബ്ലാക്ക് ഓപ്പിയം മേടിക്കാമെന്നും പറഞ്ഞിട്ട് മോൾഡീവ്സിലെ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീയിൽ കയറി. അങ്ങനെ ഞാൻ ഈ ഭയങ്കര ഒരു പ്രതീക്ഷയോടെ പോയിട്ട് ബ്ലാക്ക് ഓപ്പിയം എടുത്ത് ട്രൈ ചെയ്തതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ബ്ലാക്ക് ഓപ്പിയം ഇവള് പറഞ്ഞ പോലെ അത്രയും ഒരു ഭയങ്കര ഒരു സ്മെല്ലൊന്നും എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതല്ല ഞാൻ ഉദ്ദേശിച്ച ബ്ലാക്ക് ഓപ്പിയം. അങ്ങനെ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരുന്നപ്പോഴാണ് അവിടുത്തെ ആ സ്റ്റാഫ് ലേഡി, അവിടുത്തെ എന്നെ ഹെൽപ്പ് ചെയ്ത ലേഡി പറഞ്ഞു, മാഡം വൈ ഡോണ്ട് യു ട്രൈ ബർബറി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അവരെനിക്ക് കാണിച്ചു തന്ന പെർഫ്യൂമാണ് ഈ ബർബറി. ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കുന്ന ആദ്യത്തെ ഒരു ഡിസൈനർ പെർഫ്യൂമാണ്. സോ ദിസ് ഈസ് ഫ്രം ദ ബ്രാൻഡ് കോൾഡ് ബർബറി. ബർബറിയുടെ ബർബറി ഹെർ എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഇത് അവരുടെ ഒറിജിനൽ പെർഫ്യൂമാണ്. അതായത് ഒറിജിനൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബ്രാൻഡ് ആദ്യം ഒരു പെർഫ്യൂം ലോഞ്ച് ചെയ്യും. സോ അതാണ് അതിൻ്റെ ഒറിജിനൽ OG എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ അതേ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കുറേ അടുത്ത പെർഫ്യൂംസ് അവർ ഇറക്കും. അതാണ് അതിൻ്റെ ഫ്ലാങ്കേഴ്സ് എന്ന് പറയുന്നത്. സോ ആദ്യം ഇറക്കിയാണ് നമ്മളിത് ഒറിജിനൽ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ അവർ അതിൻ്റെ കുറേ വേരിയൻസ് ഇറക്കും. അപ്പോൾ അവർ ആദ്യം ഇറക്കിയത് ഈ ബർബറി ഹെർ ആണ്. അപ്പോൾ ഇത് ഭയങ്കര പോപ്പുലറാണ്. ഐ തിങ്ക് ദിസ് പെർഫ്യൂം ഈസ് ലവ്ഡ് ബൈ മെനി വിമൺ ബിക്കോസ് ദിസ് ഈസ് സോ സ്വീറ്റ്, വെരി യങ്, വെരി ഫ്രഷ്, സ്വീറ്റ് ഫ്രൂട്ടി ഫ്ലോറൽ ഒരു സ്മെല്ലാണ്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പെൺകുട്ടികൾക്കും എല്ലാ ഏജിലുള്ളവർക്കും സ്വീറ്റ് സ്മെല്ല് ഉള്ളവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആൻഡ് ദ മൊമെൻറ്റ് ആ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, ദ മൊമെൻറ്റ് ഷീ സ്പ്രേഡ് ഇറ്റ് ഓൺ മൈ ക്ലോത്ത്, ഐ ഗോട്ട് ദാറ്റ് ലക്ഷറി എക്സ്പെൻസീവ് ആ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടി. ആ ലേഡി എനിക്കിങ്ങനെ ഫുൾ എൻ്റെ ഡ്രസ്സിൽ ഇങ്ങനെ അടിച്ചു തന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ മനം മയങ്ങി ഇങ്ങനെ എനിക്കിത് മതി, ഞാനിത് എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ തീരുമാനിച്ച് മേടിച്ച പെർഫ്യൂമാണ്.
അപ്പോൾ നമ്മൾ പെർഫ്യൂം മേടിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, അതായത് പെർഫ്യൂമിൻ്റെ ലോഞ്ചിവിറ്റി ആൻഡ് പെർഫ്യൂമിൻ്റെ പ്രൊജക്ഷൻ. ദീസ് ആർ ദ 2 ഫാക്ടേഴ്സ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഈ ലോഞ്ചിവിറ്റി എന്ന് വെച്ചാൽ അത് എത്ര നേരം ലാസ്റ്റ് ചെയ്യും, അത് എത്ര നേരം പെർഫോം ചെയ്യും. നമ്മളൊരു കാശ് കൊടുത്തൊരു പെർഫ്യൂം മേടിക്കുമ്പം ആ കാശ് വസൂലാണോ, അതാണല്ലോ നമ്മൾ ബേസിക്കലി നമ്മൾ നോക്കുന്നത്. അപ്പോൾ എത്ര നേരം അത് ലാസ്റ്റ് ചെയ്യും, എത്ര നേരം പെർഫോം ചെയ്യും, അതാണ് അതിൻ്റെ ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത്. അനദർ ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ചില പെർഫ്യൂംസ് നമ്മുടെ ക്ലോസ് സർക്കിളിൽ ഒരാൾ വന്നാൽ മാത്രമേ ആ അതർ പേഴ്സൺ ക്യാൻ ഗെറ്റ് ഇറ്റ്, ആ സ്മെല്ല് കിട്ടത്തുള്ളൂ. ആൻഡ് ചില പെർഫ്യൂംസ് ഇത്ര ഫീറ്റ് ദൂരെ നിന്നാലും അതിൻ്റെ ഒരു പ്രൊജക്ഷൻ കൂടുതലായതുകൊണ്ട് പീപ്പിൾ ക്യാൻ സ്മെൽ ഇറ്റ്. ചില സമയത്ത് ആൾക്കാർ പറയല്ലേ, നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര മണം ആൾക്കാർ നോക്കാറില്ലേ. സോ അതിന് ഭയങ്കര പ്രൊജക്ഷനുള്ള പെർഫ്യൂംസ് അങ്ങനെയാണ്. നമ്മളൊരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ പീപ്പിൾ ക്യാൻ ആക്ച്വലി ഗെറ്റ് എ സ്മെൽ. സോ ആ ഒരു പ്രൊജക്ഷൻ ആൻഡ് ലോഞ്ചിവിറ്റി ആണ് നമ്മളൊരു പെർഫ്യൂം മേടിക്കുമ്പോൾ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ആൻഡ് കമ്മിങ് ടു ദ സ്മെൽ, എന്താ സ്മെൽ, ടു സ്വീറ്റ്. ഭയങ്കര ലക്ഷറി സ്മെല്ലാണ്. ഐ ഡോണ്ട് നോ, അത് ഭയങ്കര ഒരു എക്സ്പെൻസീവ്, ശരിക്കും ഭയങ്കര ഒരു എക്സ്പെൻസീവ് സ്മെല്ലാണ്. എനിക്ക് ഈ ബർബറി അടിക്കുമ്പോൾ എപ്പോഴും ആ ഒരു ഫീലാണ്. ആൻഡ് ദിസ് ഈസ് പ്രോപ്പർ ഒരു ഫ്രൂട്ടി ഫ്ലോറൽ സ്വീറ്റ് ഒരു ഗോർമണ്ട് പെർഫ്യൂമാണ്. ഗോർമണ്ട് പെർഫ്യൂം എന്ന് വെച്ചാൽ ഈ എഡിബിൾ ആയിട്ടുള്ള സ്മെൽസിനെയാണ് നമ്മൾ, അതായത് നമുക്ക് എഡിബിൾ ആയിട്ടുള്ള ഫുഡിൻ്റെ സ്മെല്ല് നമുക്ക് തോന്നിക്കുന്ന പെർഫ്യൂംസിനെയാണ് നമ്മൾ ഗോർമണ്ട് സ്മെല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ മണക്കുമ്പോൾ നമുക്കിങ്ങനെ തിന്നുന്ന ഒരു സാധനത്തിൻ്റെ സ്മെല്ല് പോലെ തോന്നും. എപ്പോഴും പെർഫ്യൂം മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ നോട്ട്സ്. എല്ലാ പെർഫ്യൂമിനും 3 നോട്ട്സ് ഉണ്ട്. ടോപ്പ് നോട്ട്സ് ഉണ്ട്, മിഡിൽ നോട്ട് ഉണ്ട്, ബേസ് നോട്ട് ഉണ്ട്. അതായത് ടോപ്പ് നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ഉള്ള നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്മെല്ലാണ്, നമ്മുടെ ആ ഒരു പെർഫ്യൂമിനെ നമുക്ക് ആദ്യം കിട്ടുന്ന സ്മെല്ലാണ് ദ ടോപ്പ് നോട്ട്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്മെല്ലാണ് മിഡിൽ നോട്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് സെറ്റിൽ ഡൗൺ ആയി നമ്മുടെ സ്കിന്നിലും ക്ലോത്തിലൊക്കെ ഒന്ന് സെറ്റിൽ ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്മെല്ലാണ് ദ ബേസ് നോട്ട്. സോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ജഡ്ജ് എ പെർഫ്യൂം വിത്ത് ദ ടോപ്പ് നോട്ട്. ചിലപ്പോൾ നമ്മൾ ചില പെർഫ്യൂംസ് അടിച്ചു കഴിയുമ്പോൾ ഇത് കൊള്ളത്തില്ല, ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കില്ല. അത് സെറ്റിൽ ഡൗൺ ചെയ്ത് നമ്മുടെ സ്കിന്നിലും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര നല്ലൊരു സ്മെല്ലായിരിക്കും. ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറില്ല, ഇത് എന്ത് സ്മെല്ലാണ്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മൾ മേടിച്ചിട്ട് വീട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടിക്കുമ്പോൾ ഇതല്ലല്ലോ ഞാൻ മേടിച്ചത് എന്ന് തോന്നും. ബിക്കോസ് നമ്മൾ ടോപ്പ് നോട്ടും മാത്രം നമ്മൾ മണത്തിട്ടുള്ളൂ, അതിൻ്റെ സെറ്റിലായി കഴിയുമ്പോൾ ഉള്ള ബേസ് നോട്ട് നമ്മൾ മണത്തില്ല ശരിക്കും. അതുകൊണ്ട് നമ്മൾ പെർഫ്യൂം മേടിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടോപ്പ് നോട്ട്സ് ആർ ഇമ്പോർട്ടൻറ്റ്, ബട്ട് മിഡിൽ നോട്ട് ആൻഡ് ബേസ് നോട്ട്സ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. നമ്മളെപ്പോഴും പെർഫ്യൂം ഒന്ന് സെറ്റിൽ ആവാൻ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പെർഫ്യൂം മേടിക്കുമ്പോൾ കുറച്ച് സമയം എടുത്ത് നോക്കി വേണം. ഇതിൻ്റെ നോട്ട്സിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ബേസ് നോട്ട് എന്ന് പറയുന്നത് ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് ശരിക്കും എല്ലാ ബെറീസും കൂടി ഇങ്ങനെ ക്രഷ് ചെയ്തൊരു സംഭവമാണ്. സ്ട്രോബെറി, റാസ്ബെറി, ബ്ലാക്ക്ബെറി, സോർച്ചെറി, ഇതെല്ലാമാണ് ഇതിൻ്റെ ടോപ്പ് നോട്ട്സ്. അത് കഴിഞ്ഞിട്ട് മിഡിൽ നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പ് നോട്ട് തീർന്നില്ല. ഈ ബെറീസും ബ്ലാക്ക് കറന്റ്, മൻഡറിൻ, ഓറഞ്ച് ആൻഡ് ലെമൺ, all fruits are there, all the good sweet and citric fruits are there. അത് കഴിഞ്ഞ് ഇതിൻ്റെ മിഡിൽ നോട്ടിനകത്താണ് വയലറ്റ് ആൻഡ് ജാസ്മിൻ. അതാണ് കുറച്ചൊരു സ്വീറ്റ് സ്മെല്ല് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദ ബേസ് നോട്ട് ഈസ് മസ്ക്, വാനില, പിന്നെ കുറേ എന്തൊക്കെ കാശ്മീരാൻ, എന്താ വുഡി നോട്ട്സ് ഉണ്ട്, ആംബർ ഉണ്ട്, പച്ചോളി ഉണ്ട്. ഈ പച്ചോളിയെ പറ്റി ഞാൻ കുറേ പെർഫ്യൂംസിൽ ഈ പച്ചോളി വരുന്ന പെർഫ്യൂംസ് എല്ലാം ഭയങ്കര നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും, ഭയങ്കര നല്ല സ്മെല്ലാണ്. ഞാൻ കുറേ അതിങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് മോൾഡീവ്സിലെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഞാൻ രണ്ടാമത് മേടിച്ചതാണ് ബ്ലാക്ക് ഓപ്പിയം. സോ നമ്മൾ ഫൈനലി ബ്ലാക്ക് ഓപ്പിയം മേടിച്ചു. ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, ഞാൻ ഫസ്റ്റ് പോയി ട്രൈ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ തവണ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വളരെ സമാധാനപരമായിട്ട് വേറെ ഒരു പെർഫ്യൂമ് അടിക്കാണ്ട്, മീൻസ് ട്രൈ ചെയ്യാതെ നേരെ പോയിട്ട് ഞാൻ ബ്ലാക്ക് ഓപ്പിയം, ഇത് ബ്ലാക്ക് ഓപ്പിയത്തിൻ്റെ EDP, ഇത് ഒറിജിനൽ ആദ്യം ഇറക്കിയത് ഇതാണ്. അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു പിങ്ക് കളറിലുള്ളതാണ് ബ്ലാക്ക് ഓപ്പിയത്തിൻ്റെ EDP. ഓക്കെ, അപ്പം EDP ആണ് ഞാൻ പോയി ട്രൈ ചെയ്തത്. ആൻഡ് ഐ ട്രൈഡ് 2 other പെർഫ്യൂംസ് ഫ്രോം ദ സെയിം റേഞ്ച്. പക്ഷേ എനിക്ക് EDP ആണ് ഇഷ്ടപ്പെട്ടത്. ആൻഡ്
ഇതെന്ന് പറയുന്ന ബ്ലാക്ക് ഓപ്പിയം എന്ന് പറയുന്നത് YSL എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു കളക്ഷനാണ് ബ്ലാക്ക് ഓപ്പിയം പെർഫ്യൂം. ഓക്കെ, ഇതൊരു ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലും പെർഫ്യൂം കളക്ട് ചെയ്യുന്നവരുടെയിലൊക്കെ കാണും, ബിക്കോസ് ദിസ് ഈസ് ക്വൈറ്റ് പോപ്പുലർ പെർഫ്യൂം. ആൻഡ് അന്ന് ഞാൻ പോയിട്ട് വളരെ സമാധാനപരമായിട്ട് ഞാൻ ഈ പെർഫ്യൂം എടുത്ത് ട്രൈ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഞാൻ മനസ്സിലാക്കുന്നത്. ദിസ് ഈസ് സോ ഗുഡ് എന്ന് വെച്ചാൽ വെരി സട്ടിൽ ബട്ട് യെറ്റ് സ്വീറ്റ്, വെരി മെച്ചുവർ, ഭയങ്കര ഒരു മെച്ചുവർ സ്മെല്ലാണ്. സോ ഐ വുഡ് സേ ബ്ലാക്ക് ഓപ്പിയം ഈസ് നോട്ട് ഫോർ എവ്രി വൺ. ഇത് എല്ലാവർക്കും പറ്റിയൊരു പെർഫ്യൂമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. മേ ബി എല്ലാവർക്കും ഇത് അത്ര ഇഷ്ടപ്പെടണമെന്നും ഇല്ല. ബട്ട് നോ ബഡി ക്യാൻ ഹേറ്റ് EDP, കാരണം ഇറ്റ്സ് എ വെരി പെർഫെക്റ്റ് കോമ്പിനേഷൻ ഓഫ് സ്വീറ്റ്, സ്പൈസിനെസ് എല്ലാം കൂടി ചേർന്ന ഒരു ഭയങ്കര ഒരു നല്ല പെർഫ്യൂമാണ്. പക്ഷേ കുറച്ച് മെച്ചുവർ സ്മെല്ലാണ്. ഒരു ലേറ്റ് 20s അല്ലെങ്കിൽ ഒരു ഏർലി 30s ഒരു ലേഡിക്ക്, ഒരു സ്വീറ്റ് എലഗൻറ്റ് ലേഡിക്ക് പറ്റിയൊരു നല്ലൊരു കൈൻഡ് ഓഫ് സ്മെല്ലാണിത്. ബർബറി ഹെർ ഞാൻ പറഞ്ഞ ഇറ്റ്സ് യങ്, സ്വീറ്റ്, വൈബ്രൻറ്റ് സ്മെൽ. ദിസ് ഈസ് ലൈക്ക് എ മോർ മെച്ചുവർ സ്മെൽ. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന നോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും oh my god, no one can hate Black Opium EDP. So good, so classy, so mature, subtle. ഇതെന്ന് വെച്ചാൽ കോഫി, ഇതിന് മെയിൻലി നമുക്ക് കിട്ടുന്നത് കോഫിയാണ്. കോഫി, വാനില ആൻഡ് സം സ്പൈസി, ലിറ്റിൽ സ്പൈസിനെസ്സും കിട്ടും. ഇതെല്ലാം കൂടി ഒരു പെർഫെക്റ്റ് മിക്സാണ്. ഭയങ്കര നല്ല സ്മെല്ലാണ്. ആൻഡ് കമ്മിങ് ടു പ്രൊജക്ഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രൊജക്ഷൻ ദൂരെ നിന്ന് ഒരാൾ ഭയങ്കര കോംപ്ലിമെൻ്റ് ഒന്നും എനിക്ക് ഈ പെർഫ്യൂം അടിച്ചിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് ഭയങ്കര നല്ല സ്മെല്ല്, നമുക്ക് ആ ഒരു ഇത്ര സർക്കിളിലുള്ള ആൾക്കാർക്ക് നല്ലോണം ആ സ്മെല്ല് കിട്ടും. എനിക്കറിയില്ല ഇനി മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ടോയെന്ന്, കാരണം എനിക്ക് അത്ര കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടില്ല. ബട്ട് വി ക്യാൻ സ്മെൽ ഇറ്റ്. ആ ഒരു ഹോൾ ഡേ ഇത് നമുക്ക് സ്മെൽ ചെയ്യാൻ പറ്റും. ഒരു 8 to 9 hours സുഖമായിട്ട് സ്മെൽ ചെയ്യാൻ പറ്റും. പിന്നെ യു ക്യാൻ സ്പ്രേ ഇറ്റ്. അപ്പോൾ ഇതിന് ഒരു പെർഫോമൻസ് ആണെങ്കിലും പ്രൊജക്ഷൻ വൈസ് ആണെങ്കിലും ഇതിൻ്റെ ഒരു സ്മെൽ, യുണീക്നെസ് എല്ലാം കൊണ്ട് ഐ വുഡ് ഗീവ് 8 out of 10. എനിക്കിതൊരു 10 8 മാർക്ക് ഞാൻ കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് സജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട് മേടിച്ചു, അവളിത് എപ്പോഴും മേടിക്കും. ഷീ ലവ് ഇറ്റ്, ഭയങ്കര ഇഷ്ടമാണ്. സോ കമ്മിങ് ടു ദ നോട്ട്സ്. ഓക്കെ, ടോപ്പ് നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പെയർ, പിങ്ക് പെപ്പർ, ഓറഞ്ച് ബ്ലോസം, ഇതാണ് അതിൻ്റെ ടോപ്പ് നോട്ട്. കുറച്ച് ഫ്രൂട്ടാണ്. ആൻഡ് മിഡിൽ നോട്ടിനകത്ത് കോഫി, ജാസ്മിൻ, ആൽമണ്ട്, ലിക്വറൈസ്, ബിറ്റർ ആൽമണ്ട് ആൻഡ് ലിക്വറൈസ്. ആൻഡ് ദ ബേസ് നോട്ട് എന്ന് പറയുമ്പോൾ വാനില, പച്ചോളി, സെഡാർ ആൻഡ് സം വുഡ്. സോ ആ ഒരു വാനില, പച്ചോളി, കോഫി, ജാസ്മിൻ ആൻഡ് ലിറ്റിൽ ആ ഒരു പിങ്ക് പെപ്പർ, ഓറഞ്ച് എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ടല്ലോ. ഇറ്റ് സ്മെൽസ് സോ ഗുഡ്. I love Black Opium, especially EDP, the Uday Parfum. Okay, so ഇതാണ് എൻ്റെ സെക്കൻഡ് ബൈ. എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ രണ്ടാമത് ആഡ് ചെയ്ത പെർഫ്യൂം ബ്ലാക്ക് ഓപ്പിയം ആണ്. സോ ഞാനിങ്ങനെ മേടിച്ച ഓർഡറിലാട്ടോ പറയുന്നത്, കാരണം എനിക്ക് അപ്പോഴാണ് അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു ഓർമ്മ, എന്താ പറയുക, എൻ്റെ ഒരു മെമ്മറി പോലെ ആ ഒരു ആത്മബന്ധം എനിക്ക് പെർഫ്യൂമിനോടുള്ളതുകൊണ്ട് ആ ഒരു ഓർഡറിലാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. സോ ഈ ബ്ലാക്ക് ഓപ്പിയം മേടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ മൂന്നാമത് ട്രിവാൻഡ്രം മോൾ ഓഫ് ട്രാവൻകൂറിലെ പാർക്കോസ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് YSL. ഇതും അഗെയിൻ ഫ്രം ദ ബ്രാൻഡ് കോൾഡ് YSL. ദിസ് ഓൾസോ YSL എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബ്ലാക്ക് ഓപ്പിയം റേഞ്ചാണ് ഇത്. YSLൻ്റെ കാണോ, ഓക്കെ, YSLൻ്റെ ലീബ്ര എന്ന് പറയുന്ന റേഞ്ച് ഓഫ് പെർഫ്യൂമിലെ ഇൻറ്റൻസ് ആണിത്. ഓക്കെ, ഇൻറ്റൻസ് ഐ തിങ്ക് ഇഫ് ഐ എം നോട്ട് റോങ് 2020 എന്തോ ആണ് ഇത് ലോഞ്ച് ചെയ്തത്. സോ ലുക്ക് അറ്റ് ദ ബോട്ടിൽ, ലുക്ക് അറ്റ് ദ പാക്കേജിങ്, സോ ക്ലാസി, സോ എലഗൻറ്റ്. എനിക്ക് ഈ പെർഫ്യൂം, ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പെർഫ്യൂം. എൻ്റെ ഈ കൂട്ടത്തിലുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പെർഫ്യൂമാണ്. ബിക്കോസ് ഇത് അടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയുമോ, ഐ ഫീൽ ദാറ്റ് ഇൻഡിപെൻഡൻറ്റ്, കോൺഫിഡൻറ്റ്, ബോൾഡ് വിമൺ, ഒരു സ്ട്രോങ് വിമണ്
അങ്ങനെ എനിക്ക് ഈ പെർഫ്യൂമിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നത്. ദിസ് ഈസ് എ കംപ്ലീറ്റ്ലി ഒരു വൈറ്റ് ഫ്ലോറൽ പെർഫ്യൂമാണ്. ഇതൊരു ഫ്ലോറൽ പെർഫ്യൂമാണ്. ഇതിനകത്ത് ബേസിക്കലി ജാസ്മിൻ ആൻഡ് ലാവൻഡർ ആണ് ഇതിനകത്ത് ഡോമിനേറ്റ് ചെയ്യുന്നത് വിത്ത് ജാസ്മിൻ ആൻഡ് ദ സ്വീറ്റ്നെസ് വാനില എല്ലാം കൂടി ഒരു മിക്സ് ആണിത്. പീപ്പിൾ ഹു ലവ് ഫ്ലോറൽ പെർഫ്യൂംസ് ഷുഡ് ഡെഫിനറ്റ്ലി ഗിവ് എ ട്രൈ ഓൺ ഇറ്റ്. യു വിൽ ലവ് ഇറ്റ്. ദിസ് ഈസ് സോ ഗുഡ്. ഓക്കെ, ദിസ് എന്ന് പറയുമ്പോഴത്തേക്കും യുനോ ദ ഹോൾ ഡേ ഇത് നിങ്ങൾ എവിടെ ഇത് അടിച്ച് പോയാലും നിങ്ങൾ തിരിച്ച് വരുന്നവരെയും ദാറ്റ് ഫ്രഷ് സ്മെൽ, ആ ഒരു ഫ്ലോറൽ സ്മെല്ലുണ്ടല്ലോ, ജാസ്മിൻ്റെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് വിത്ത് ലാവൻഡർ. ഭയങ്കര നല്ല സ്മെല്ലാണ്. നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് പോകത്തേയില്ല. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോഞ്ചിവിറ്റി, ഇതിൻ്റെ പ്രൊജക്ഷനെ പറ്റി ഞാൻ എടുത്ത് പറയുന്നില്ല. 10/10 ആണ്. സോ ഗുഡ്. ഇത് കൊടുത്ത കാശിന് അടിപൊളി പെർഫ്യൂമാണ്. ഐ തിങ്ക് ഈ പെർഫ്യൂം അങ്ങനെ ഇഷ്ടമില്ലാത്തവർ വളരെ കുറവാണ്. ഇറ്റ്സ് എ വെരി സെക്സി. ഡേ ടൈമിലും യു ക്യാൻ വെയർ ബിക്കോസ് ഇറ്റ്സ് എ ഫ്ലോറൽ സ്മെൽ. ഡേ ടൈമിൽ നല്ലോണം പോവും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് നൈറ്റിൽ നല്ലൊരു പാർട്ടി വൈബും നമുക്ക് നല്ല വൈകുന്നേരം നൈറ്റിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സോ ബോത്ത് ഡേ ടൈം ആൻഡ് നൈറ്റ് ടൈം ഇത് ഉപയോഗിക്കാം. ഐ തിങ്ക് ഈ ഒരു പെർഫ്യൂം, ഐ തിങ്ക് മെനി മെൻ ലവ് ദിസ്. ഐ ഹാവ് സീൻ മെനി മെൻ കമൻറ്റഡ് ഓൺ ദിസ് പെർഫ്യൂം. വെരി സെക്സി, ക്ലാസി, എലഗൻറ്റ്, ലോങ് ലാസ്റ്റിംഗ്, ഫ്രഷ്, അടിപൊളിയാണ്. ഇതിൻ്റെ മണം ഭയങ്കര നല്ല മണമാണ്. ഭയങ്കര നല്ല. നിങ്ങൾ ഈ ബോട്ടിലൊന്ന് നോക്കിക്കുക. ഞാനിത് ഉപയോഗിച്ച് അവസാനം ഞാനിത് തീർക്കണ്ട, എനിക്ക് സൂക്ഷിച്ച് വെക്കേണ്ടതാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീർന്നാലും ഐ വിൽ ഡെഫിനറ്റ്ലി റീപർച്ചേസ്. എനിക്ക് അത്രയും ഇഷ്ടമുള്ളതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് വർത്ത് ദ മണി. നമ്മൾ കൊടുക്കുന്ന കാശിന് നമ്മൾ ഒരു പെർഫ്യൂം മേടിക്കുമ്പോൾ നമ്മൾ എന്താണ് അതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യണം. ഇത് എന്തായാലും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ആ ഒരു ഫ്രഷ് സ്മെൽ, ഐ ലവ് ഇറ്റ്. ആൻഡ് കമ്മിങ് ടു ദ നോട്ട്സ്, ഇതിൻ്റെ നോട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ബേസിക്കലി ഞാൻ പറഞ്ഞ ഫ്ലോറൽ പെർഫ്യൂമാണ്. ഇതിൻ്റെ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് ലാവൻഡർ ആൻഡ് മാൻഡറിൻ ഓറഞ്ച്, ബെർഗമോട്ട്. ഇതാണ് ടോപ്പ് നോട്ട്. ആൻഡ് മിഡിൽ നോട്ട് എന്ന് പറയുമ്പോൾ എഗെയിൻ ലാവൻഡർ, ടുനിഷിയൻ ഓറഞ്ച് ബ്ലോസം, ജാസ്മിൻ, ഓർക്കിഡ്. അപ്പോൾ ഈ ഫ്ലോറൽ നോട്ട്സ് എല്ലാം മിഡിൽ നോട്ടിൽ വരുന്നുണ്ട്. ആൻഡ് ദ ബേസ് നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സം വാനില, ടോങ്ക ബീൻ, സം അതർ, എനിക്കറിയത്തില്ല പേരെന്താണെന്ന് പ്രൊനൗൺസ് ചെയ്യേണ്ട അറിയില്ല. ഈ ടോങ്ക ബീൻ എന്ന് പറയുന്നത് സം കൈൻഡ് ഓഫ് നട്ടാണ്. ഐ ഹാവ് സീൻ ടോങ്ക ബീൻ ഇൻ മെനി അതർ ഫ്രാഗ്രൻസസ്. ആക്ച്വലി ഭയങ്കര നല്ല സ്മെല്ലാന്നാണ് ഞാൻ പറ്റി ഗവേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്. സോ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഫ്രൂട്ടി ഇച്ചിരി നോട്ട്സ് ഉണ്ടെങ്കിലും ബേസിക്കലി ഇത് ഡോമിനേറ്റ് ചെയ്യുന്നത് ഫ്ലോറൽ നോട്ട്സ് ആണ്. ലാവൻഡർ പ്ലസ് ജാസ്മിൻ്റെ ഒരു കോംബോ ആണ്. അടിപൊളി പെർഫ്യൂമാണ്. യു ഗൈസ് ക്യാൻ റിയലി ട്രൈ ഓൺ ഇറ്റ്. ഐ തിങ്ക് യു വിൽ ലവ് ഇറ്റ്. ഐ തിങ്ക് ഞാനിപ്പോൾ ഒരു പെർഫ്യൂം സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ സജസ്റ്റ് ദിസ് പെർട്ടിക്കുലർ വൺ ഫ്രം YSL ലീബ്രിൻ്റെ കളക്ഷനിലുള്ള ലീബ്രിൻ്റെ ഇൻറ്റൻസ് ആണ്. ഓക്കെ, ദ ഇൻറ്റൻസ് വൺ, ന്യൂ വൺ. സോ ദിസ് വാസ് മൈ തേർഡ് ബൈ. ഓക്കെ, അങ്ങനെ നമ്മൾ 3 പെർഫ്യൂം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്ക് പെർഫ്യൂം കളക്ഷനിലെ ഒരു ത്വര ഇങ്ങനെ കൂടി വരികയാണ്. അങ്ങനെ നമുക്കൊരു ഈവനിങ് വൈബ് പെർഫ്യൂംസ് ആണല്ലോ കയ്യിൽ കൂടുതൽ. അപ്പോൾ എനിക്കൊരു സമ്മർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡേ ടൈം പെർഫ്യൂം വേണം. അങ്ങനെ ഞാൻ ഒരു തവണ ബാംഗ്ലൂരാണോ എനിക്കറിയില്ല എവിടെ നിന്നോ ഞാൻ ലൈറ്റ് ബ്ലൂ, ഡോൾഷെ ആൻഡ് ഗബാനയുടെ ലൈറ്റ് ബ്ലൂ ഞാൻ ട്രൈ ചെയ്തു. അത് ട്രൈ ചെയ്തപ്പോൾ അപ്പോൾ എനിക്ക് അതിൻ്റെ മണം അത്ര മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഞാൻ ബോർഡ് ചെയ്ത് ഫ്ലൈറ്റിൽ എന്തോ ഇരുന്നപ്പോഴത്തേക്കും ഞാനതിങ്ങനെ മണത്ത് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര അടിപൊളി മണം. അപ്പോൾ ആ മൊമെൻറ്റിൽ ഞാൻ ഡിസൈഡ് ചെയ്തു ഐ വിൽ ബൈ ലൈറ്റ് ബ്ലൂ. എൻ്റെ നെക്സ്റ്റ് പെർഫ്യൂം ലൈറ്റ് ബ്ലൂ ആയിരിക്കും. ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ടൈം ഭയങ്കര ഒരു സമ്മർ അപ്രോപ്രിയേറ്റ് പെർഫ്യൂമാണ് ഡോൾഷെ ആൻഡ് ഗബാനയുടെ. പക്ഷേ ഈ പെർഫ്യൂം മാൽദീവ്സിലില്ല, ട്രിവാൻഡ്രത്തില്ല, കൊച്ചിയിലില്ല, ബാങ്കോക്കിൽ ഉണ്ടായിരുന്നില്ല, പല എയർപോർട്ടിലും ഇതില്ല. അങ്ങനെ ഈ ലൈറ്റ് ബ്ലൂ തപ്പി നടക്കുമ്പോഴാണ് ഞാൻ ബാംഗ്ലൂരിലെ ഷോപ്പേഴ്സ് സ്റ്റോപ്പിൽ ലൈറ്റ് ബ്ലൂ ഞാൻ കണ്ടു. അങ്ങനെ
അവിടെ നിന്ന് ഞാൻ മേടിക്കുകയായിരുന്നു. അപ്പം ഈ ഷോപ്പിലെ സ്റ്റാഫ്, മാഡം ഇവിടെ കുറച്ച് ഓഫർ നടക്കുന്നുണ്ട് മാഡം, മാഡത്തിന് ലൈറ്റ് ബ്ലൂ ആണല്ലോ ഇഷ്ടം, ലൈറ്റ് ബ്ലൂ പോലത്തെ സിമിലർ പെർഫ്യൂംസ് കാണിച്ചു തരാം മാഡം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അതിൽ വീണു പോകും. അങ്ങനെ അയാളത് പറഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ശരി, ഓഫർ ഉണ്ടല്ലോ, ലൈറ്റ് ബ്ലൂ അവിടെ തന്നെ ഇരിക്കും, നമുക്ക് പിന്നെ മേടിക്കാം, ഓഫറിൽ കിട്ടുന്നത് നല്ല. ഇതൊന്നും ഓഫറിൽ കിട്ടിയല്ലോ കേട്ടോ, എനിക്ക് ആകെപ്പാടെ ഓഫറിൽ കിട്ടിയ ഒറ്റ പെർഫ്യൂമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്, എൻ്റെ 4ാമത്തെ പെർഫ്യൂം. അപ്പം അത് ഭയങ്കര ഓഫറൊന്നും അല്ല, ജസ്റ്റ് ഒരു 1000 എത്ര രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് കാണിച്ചിരുന്ന പെർഫ്യൂമാണ് ദിസ് വൺ. ദിസ് ഈസ് ഫ്രം ദ ബ്രാൻഡ് കോൾഡ് അർമാനി. അർമാനിയുടെ ഡിജോയ കളക്ഷനകത്തുള്ള ഓഷൻ ആണിത്. ഓക്കെ, ഓഷൻ, ഡിജോയ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നതാണ് തോന്നുന്നത്. ആൻഡ് ദിസ് ഈസ് ഓഷൻ. ഈ ബ്ലൂ കളറിലെ പാക്കേജിങ്ങിൽ വരുന്നത് ഓഷൻ ആണ്. ദ ഗ്രീൻ വൺ ഈസ് അക്വ. നമ്മളെ ഇന്ത്യയിൽ കൂടുതലും ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബട്ട് ദേ ഹാവ് അതർ ഫ്ലാങ്കേഴ്സ് ലൈക്ക് പിങ്ക് കളർ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ആൻഡ് ഇത് എനിക്ക് അടിച്ച് ട്രൈ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റിസോർട്ടിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ പോയിട്ട് നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോഡി വാഷും ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിച്ച് നമ്മൾ ഇറങ്ങി വരുമ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ലില്ലേ, ദാറ്റ് ഫ്രഷ്, വെരി റിഫ്രഷിങ് ആയിട്ടുള്ള ഭയങ്കര ഒരു ഡിഫറെൻറ്റ് സ്മെൽ. എനിക്കിന്നെ എങ്ങനെ പറയേണ്ടതെന്നറിയില്ല. എനിക്ക് പറയാനുള്ളത് ഭയങ്കര എക്സ്പെൻസീവ് കുളി കഴിഞ്ഞ് വരുമ്പോഴുള്ള മണം, ഒരു സ്പായിലൊക്കെ പോയി വന്നു കഴിയുമ്പോൾ ഉള്ളൊരു സ്മെല്ലാണ്. അങ്ങനെയാണ് എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നത്. വെരി നൈസ് സ്മെൽ. ദിസ് ഈസ് ഒരു പക്ക സമ്മർ പെർഫ്യൂമാണ്. മോൾഡീവ്സിലെ വൈബിനൊക്കെ പറ്റിയ ഒരു സോൾട്ടി കൈൻഡ് ഓഫ് സ്മെല്ലാണ്. ഭയങ്കര നല്ല പെർഫ്യൂമാണ്. ഇതെനിക്ക് തോന്നുന്നു അന്ന് എന്തോ ഒരു ഓഫറിന്, ഇപ്പം എൻ്റെ കയ്യിലുള്ള പെർഫ്യൂംസിൻ്റെ എല്ലാ പെർഫ്യൂംസിലും ഇത് 100 ml ആണ്. 100 ml ഈ എല്ലാ പെർഫ്യൂംസിനെ കമ്പയർ ചെയ്യുമ്പം കുറച്ച് പ്രൈസ് കുറവുള്ളത് ഈ ഒരു പെർഫ്യൂമാണ്, അർമാനിയുടെ ഡിജോയ. എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവല്ല കേട്ടോ, എന്തോ ഒരു ചെറിയ കുറവ്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് എന്തോ ഒരു 1000 എന്തോ ഡിസ്കൗണ്ട് കിട്ടി. ഇഫ് ഐ എം നോട്ട് റോങ് 7000 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ അന്ന്. മറ്റ് പെർഫ്യൂംസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് കാശ് കുറവായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ 4th പെർഫ്യൂം. ഓക്കെ, സോ ഫ്രം ദ ബ്രാൻഡ് അർമാനി. ദിസ് ഈസ് വെരി നൈസ് സ്മെൽ. ഒരു ഫുൾ ഡേ ഒന്നും ലാസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറയത്തില്ല, ഒരു 8 to 9 hours ഒക്കെ സുഖമായിട്ട് ലാസ്റ്റ് ചെയ്യും. എൻ്റെ ക്ലോത്തിൽ അതിനേക്കാട്ടിലും എനിക്ക് എൻ്റെ സ്മെല്ല് കിട്ടാറുണ്ട്. ബിക്കോസ് ഞാൻ കൂടുതൽ AC-യിലായിരിക്കും നമ്മൾ ക്ലിനിക്കിലിരിക്കുന്നത്, അത്ര വിയർക്കത്തില്ല. കുളിച്ച് കഴിഞ്ഞൊക്കെ ഇത് അടിച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കും. അപ്പം ഫോർ മീ നല്ല ഒരു പെർഫോമൻസ് ആണ്. അല്ലാതെ എനിക്ക് അറിയത്തില്ല, മൊത്തത്തിലൊരു പ്രൊജക്ഷൻ ഇതിൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക, ഇപ്പം ഈ പെർഫ്യൂമിനെ പോലെയൊന്നും ഭയങ്കര പെർഫോമൊന്നും ചെയ്യത്തില്ല, പക്ഷേ അടിപൊളിയാണ്. ഇതിന് നമുക്കൊരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദിസ് പെർഫോംസ് റിയലി വെൽ, അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇതിൻ്റെ നോട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ടോപ്പ് നോട്ടിൽ വരുന്നത് പെയർ, പിന്നെ സിട്രസ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. മിഡിൽ നോട്ടിൽ വരുന്ന വാട്ടർ ജാസ്മിൻ. ഈ വാട്ടർ ജാസ്മിനെ പറ്റി ഞാൻ റിസർച്ച് ചെയ്തപ്പം പണ്ട് ഞാൻ നോക്കിയപ്പോൾ അതിനൊരു ഭയങ്കര നല്ല സ്വീറ്റ് സ്മെൽ, അതാണ് അതിൻ്റെ ഒരു സ്മെല്ലിൻ്റെ കാരണമെന്നാണ് പറയുന്നത്. സോ ലില്ലി ഉണ്ട്, സോൾട്ട് റോസ് ഉണ്ട്, കുറച്ച് ഫ്ലോറൽ നോട്ട്സ് ആണ്. പിന്നെ ബേസ് നോട്ടിനകത്ത് കുറച്ച് മസ്കി, സാൻഡൽവുഡൊക്കെയാണ്. സോ നോട്ട്സിനെ പറ്റിയൊന്നും നമ്മൾ നോക്കണ്ട, നല്ല അടിപൊളി സ്മെല്ലാണ്. ഇത് നമ്മളിങ്ങനെ കുളിച്ചത് കഴിഞ്ഞ് അടിച്ചാണ്ടല്ലോ ഭയങ്കര ഒരു അടിപൊളി ഫീലാണ്. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു സമ്മർ അപ്രോപ്രിയേറ്റ് പെർഫ്യൂം നോക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ബ്ലൈൻഡ് ബൈ വെരി നൈസ് പെർഫ്യൂം. അങ്ങനെ ഞാൻ 5ാമത്തെ പെർഫ്യൂം എന്ത് മേടിക്കണമെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് മോൾഡീവ്സിൽ ഈ ബോഡി സ്പ്രേ, നമുക്ക് ഈ ബ്രാൻഡഡ് പെർഫ്യൂംസിൻ്റെ എല്ലാ ബ്രാൻഡ്സിൻ്റെയും ബോഡി സ്പ്രേ ഡ്യൂട്ടി ഫ്രീ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചീപ്പായിട്ടൂടെ മേടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ശരിക്കുള്ള ബ്രാൻഡഡ് പെർഫ്യൂംസിൻ്റെ സ്മെല്ല് എന്താണെന്ന് നമുക്ക് ഈ ഒരു ചീപ്പ് ബോഡി സ്പ്രേ മേടിച്ച് നമുക്ക് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും. ഈ ബോഡി സ്പ്രേ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒരു സിമ്പിൾ ബോഡി സ്പ്രേ ഹോൾ ഡേ നമ്മളെ ഡ്രസ്സിൽ ബോഡിയിലൊക്കെ നമുക്ക് ആ സ്മെല്ല് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, ഭയങ്കര നല്ല സ്മെല്ലാണ്. അങ്ങനെ ഗുഡ് ഗേളിൻ്റെ ബോഡി സ്പ്രേ യൂസ് ചെയ്തപ്പോൾ ഞാൻ ആ മൊമെൻറ്റിൽ ഡിസൈഡ് ചെയ്തു ഐ എം ഗോണ ബൈ ദിസ്. അത്രയും സൂപ്പർ സ്മെല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട്
എന്താ പറയുക, ഡിസൈഡ് ചെയ്ത് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ മേടിച്ച പെർഫ്യൂമാണ് ഗുഡ് ഗേൾ. കരോലീന ഹെറേറയുടെ ഗുഡ് ഗേൾ, ദ ഒറിജിനൽ വൺ. അവർ ആദ്യം ഇറക്കിയത് ഈ ഗുഡ് ഗേൾ ആണ്. അതിനുശേഷം വെരി ഗുഡ് ഗേൾ, പിന്നെ വേറെ പർപ്പിൾ കളർ, ഗ്ലിറ്റർ, അങ്ങനെ കുറേ ഉണ്ട്. ആൻഡ് ദിസ് വൺ ഐ ബോട്ട് ഫ്രം ബാങ്കോക്ക് എയർപോർട്ട്. ഞാൻ 2-3 ദിവസം ഒരു ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ ബാങ്കോക്ക് വഴി വന്നപ്പോഴത്തേക്കും ബാങ്കോക്കിലെ എയർപോർട്ടിൽ നിന്നാണ് ഞാൻ ഇത് മേടിക്കുന്നത്. സോ ദിസ് വാസ് മൈ 5th പെർഫ്യൂം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത ഗുഡ് ഗേൾ. ആൻഡ് കമ്മിങ് ടു ദ സ്മെൽ, ഓ മൈ ഗോഡ്, ദിസ് ഈസ് ദ പെർഫെക്റ്റ് നൈസ് ജാസ്മിൻ ഫ്രാഗ്രൻസ്. എനിക്ക് പൊതുവേ ജാസ്മിൻ ഇല്ലാത്തൊരാളാണ്, പക്ഷേ ഇതിനകത്തും ജാസ്മിനുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും ജാസ്മിൻ പെർഫ്യൂമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ പിച്ചിപ്പൂ ആ ഒരു മണം അല്ല കിട്ടുന്നത്. യുനോ, ഇത് ഭയങ്കര ഒരു അടിപൊളി ബ്ലെൻഡ് ഓഫ് സ്വീറ്റ്, സ്പൈസിനെസ്, ജാസ്മിൻ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത്, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ക്യാരമൽ ഉണ്ട് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ഒരു സ്വീറ്റ്നെസ്സും ജാസ്മിനും എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഭയങ്കര നല്ല മണമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറേ നാളായി ഞാൻ ഇത് യൂസ് ചെയ്തിട്ട്. കാരണം ഭയങ്കര നല്ല സ്മെല്ലാണ്. പാക്കേജിങ്, ലുക്ക് അറ്റ് ദ പാക്കേജിങ്, ഹൗ ക്ലാസി, സി, വെരി സെക്സി. ആ ഒരു ഡിസൈനർ പെർഫ്യൂം, ഐ തിങ്ക് എവ്രി വൺ ഷുഡ് ഹാവ് വൺ ഗുഡ് ഗേൾ. ആ ഒരു പാക്കേജിന് വേണ്ടിയെങ്കിലും നമ്മളത് മേടിക്കണം. ബട്ട് ഇത് പാക്കേജിങ് മാത്രമല്ല, നന്നായിട്ട് പെർഫോം ചെയ്യും. വെരി നൈസ് പ്രൊജക്ഷൻ, നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യും ദ ഹോൾ ഡേ. എസ്പെഷ്യലി ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എ സിക്കകത്താണ് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറേ ആ ഒരു ഹോൾ ഡേ എനിക്ക് കിട്ടാറുണ്ട്. ഞാനിങ്ങനെ വെയിലത്തൊന്നും അടിച്ച് പോയിട്ടില്ല. ബട്ട് ഫോർ മീ വെരി നൈസ് പെർഫോമൻസ്. ഐ വുഡ് ഗീവ് 9 on 10. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുഡ് ഗേൾ. അങ്ങനെ നമ്മൾ 5 പെർഫ്യൂംസ് കഴിഞ്ഞു. ഇനിയും ഉണ്ട് നമ്മൾക്ക് 5 എണ്ണം കൂടി. ഇത് നമ്മൾക്ക് തീർക്കാൻ പറ്റുമോ മല്ലയ്യ? ഒക്കെ വരേണ്ട, ദാഹിക്കുന്നു. 5 പെർഫ്യൂം നമ്മൾ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ 6ാമത് എന്ത് പെർഫ്യൂം മേടിക്കണം എന്ന് എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. എൻ്റെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ ഞാൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അഥവാ ലവിയബെൽ, ലാങ്കോമിൻ്റെ ലവിയബെൽ ആണ് ഞാൻ മേടിച്ചത്. സോ ദിസ് വാസ് മൈ 6th പെർഫ്യൂം. ഞാൻ മേടിച്ച എൻ്റെ കളക്ഷനിൽ ആഡ് ചെയ്ത 6ാമത്തെ പെർഫ്യൂമാണ് ലാങ്കോമിൻ്റെ ലവിയബെൽ. ലവിയബെൽ എന്ന് വെച്ചാൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ്. ദിസ് ഈസ് വെരി പോപ്പുലർ, ഫേമസ്, ലാങ്കോമിൻ്റെ ഏറ്റവും ഫേമസ് പോപ്പുലർ വൺ. ദിസ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ലവിയബെൽ ആണ്. ബിക്കോസ് I think this is loved by many women, many men also love this smell because this is a very sweet, again girly വൈബാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദിസ് ഈസ് എ കോംപ്ലിമെൻറ്റ് ഗെറ്റർ. ഇത് അടിച്ചു പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോംപ്ലിമെൻറ്റ് കിട്ടും. ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കുക, അശ്വതി എനിക്കൊരു ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യണം, നല്ലതായിട്ട് പെർഫോം ചെയ്യണം, അറ്റ് ദ സെയിം ടൈം എനിക്ക് ഒരുപാട് ആൾക്കാരെ അടുത്തുനിന്ന് കോംപ്ലിമെൻറ്റ്സ് വേണം എന്ന് നിങ്ങൾക്ക് ഒരു പെർഫ്യൂം സജസ്റ്റ് ചെയ്യുന്ന എന്നോട് ചോദിച്ചാൽ, ഐ വുഡ് സേ ലാങ്കോം ലവേബൽ. യു ക്യാൻ ബ്ലൈൻഡ് ബൈ, ഐ ഡോണ്ട് തിങ്ക് നോബഡി ക്യാൻ ഹേറ്റ് ദിസ്. ദിസ് ഈസ് യുനോ ആ സ്വീറ്റ്നെസ്, ഇങ്ങനെ എന്തൊക്കെയോ ഹണിയും എല്ലാം കൂടി ഇങ്ങനെ സ്മാഷ് ചെയ്ത് ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് ഭയങ്കര ഒരു സ്വീറ്റ് സ്മെല്ലാണ്. ഭയങ്കര നല്ല സ്മെല്ലാണ്. ഫ്രൂട്ടി എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള അടിപൊളി പെർഫ്യൂമാണ് മക്കളെ. നമ്മളെ സ്കിന്നിലും ക്ലോത്തിലും ഇത് സെറ്റിൽ ഡൗൺ ആകുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ, അടിപൊളി സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല സ്മെല്ലാണ്. എനിക്കിതിൻ്റെ ടോപ്പ് നോട്ട്സ് ഇഷ്ടമേ അല്ല, ഇപ്പോഴും ഇഷ്ടമല്ല, ടോപ്പ് നോട്ട് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇത് അടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന സ്മെല്ല്, ഇത് അടിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ്, എനിക്ക് ഒരുപാട് എൻ്റെ അസിസ്റ്റൻസ് ഒക്കെ ചോദിക്കും ഡോക്ടർ ചെയ്ത് പെർഫ്യൂം അടിച്ചേക്കുന്നത്. വെരി നൈസ് സ്മെൽ, വെരി വെരി നൈസ് സ്വീറ്റ് സ്മെൽ. ഭയങ്കര നല്ല സ്മെല്ലാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സിനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് ആക്ച്വലി ഒരു ഭയങ്കര വാനില ഫ്രൂട്ടി പൗഡറി സ്മെല്ലാണ്. ഇതിൻ്റെ നോട്ട്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പ് നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലാക്ക് കറൻറ്റ് പെയർ, മിഡിൽ നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്തോ ഐറിസ്, ജാസ്മിൻ, ഓറഞ്ച് ബ്ലോസം അങ്ങനെയൊക്കെയാണ്. ബേസ് നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പ്രലിൻ, വാനില,
പച്ചോളി, ടോങ്ക ബീൻ എല്ലാം അടിപൊളി സാധനങ്ങളാണ്. ഈ പ്രാലിൻ, വെനിൽ, പച്ചോളി, ടോങ്ക ബീൻ ഒക്കെ പറഞ്ഞുണ്ടല്ലോ, ലൈക്ക് ഞാൻ കുറേ പെർഫ്യൂമിൻ്റെ നോട്ട്സ് നോക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ പച്ചോളി, ടോങ്ക ബീനും വാനിലയൊക്കെ വരുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ സ്വീറ്റ്സ്. ഇതിന് ആ ഒരു ഭയങ്കര ഒരു സ്വീറ്റ്നെസ്സിൻ്റെ കാരണം ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, ഭയങ്കര നല്ല സ്മെല്ലാണ്. അത് നമുക്കിങ്ങനെ ഫുൾ ഡേ നമുക്കിങ്ങനെ നമ്മളെ മണത്തുകൊണ്ടിരിക്കാം. ഭയങ്കര സ്ട്രോങ് ആണ്, അടിപൊളി സ്മെല്ലാണ്. ഓക്കെ, സോ ഇത് പ്രാഡ പാരഡോക്സിൻ്റെ ഒറിജിനൽ വൺ. ദിസ് വൺ ഐ ബോട്ട് ഫ്രം ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഹൗ ക്യൂട്ട് ദ പാക്കേജിങ്. പക്ഷേ നല്ല പൈസ. എൻ്റെ കയ്യിലിരിക്കുന്നതിൽ എനിക്ക് ഏറ്റവും, അതായത് ഇത് ജസ്റ്റ് 50 ml ഉള്ളൂ. അപ്പോൾ 50 ml എനിക്ക് തോന്നുന്നു മറ്റ് 90 ml ഒക്കെ അടുപ്പിച്ചുള്ള പൈസ ആയിട്ടുണ്ട്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് മേടിക്കുന്നത്. എനിക്ക് ശരിക്കും ഞാൻ 100 ml എപ്പോഴും മേടിക്കാറുള്ളൂ, മീൻസ് ബിഗ്ഗർ ബോട്ടിലേ മേടിക്കാറുള്ളൂ. പക്ഷേ ഡബിൾ പൈസയായിരുന്നു ബാങ്കോക്കിൽ, അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ബാങ്കോക്കിൽ നിന്ന് ചെറിയ ബോട്ടിലാണ് മേടിച്ചത്. ബട്ട് ദിസ് ഈസ് വർത്ത് എവറി പെന്നി. ഇതിൻ്റെ പെർഫോമൻസ്, ഇതിൻ്റെ പ്രൊജക്ഷനെ പറ്റിയൊന്നും എനിക്ക് വാക്കുകളില്ല പറയാനായിട്ട്. ദിസ് ഈസ് സോ ഗുഡ്. പ്രാഡയിലെ ഏറ്റവും പോപ്പുലർ എനിക്ക് തോന്നി പ്രാഡ പാരഡോക്സ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും ഏതാ പെർഫ്യൂം എന്ന് എന്തായാലും ചോദിച്ചിരിക്കും. എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് ചോദിച്ചിട്ട് അവൾ പോയി ഇത് മേടിച്ച്, അവൾക്കിത് ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കാരണം നമ്മൾ കയറി വരുമ്പോൾ തന്നെ, നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടും. ഭയങ്കര അടിപൊളി സ്മെല്ലാണ്. ആൻഡ് ഇത് എന്നോടിപ്പോൾ എന്ത് സ്മെല്ലാന്ന് ചോദിച്ചാൽ, ഇതൊരു ഭയങ്കര സെക്സി, ഭയങ്കര ഒരു അടിപൊളി സ്മെല്ല്, അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. ഔച്ച്, ഭയങ്കര ഒരു ഫ്രൂട്ടി എങ്ങനെ പറയാം, എനിക്കറിയില്ല. നമുക്ക് നോട്ട്സ് നോക്കി പറയാം. പ്രാഡയുടെ നോട്ട്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രാഡ എന്ന് വെച്ചാൽ ഒരു ഫ്ലോറൽ ഫ്രാഗ്രൻസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ടോപ്പ് മിഡിൽ നോട്ട്സൊക്കെ ഫ്രൂട്ടി നോട്ട്സാണ് ഇതിനകത്തുള്ളത്. ടോപ്പ് നോട്ട്സിനകത്തുള്ളത് പേയർ, ടാങ്കറിൻ, ബെർഗമോട്ട്. മിഡിൽ നോട്ട്സിനകത്തുള്ളത് ഓറഞ്ച് ബ്ലോസം, നിരോലി എസൻസ്, നിരോലി, ജാസ്മിൻ, ഒക്കെയാണ് ഇതിൻ്റെ മിഡിൽ നോട്ട്. ഇനി ബേസ് നോട്ടിൽ ബേർബൺ, വാനില, ആംബർ, വൈറ്റ് മസ്ക്, ബെൻസോയിൻ, ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ. എനിക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ല. പക്ഷേ ഇതൊരു അടിപൊളി സ്മെല്ലാണെന്ന് എനിക്ക് ഗ്യാരണ്ടി ചെയ്ത് പറയാം. യു വിൽ നെവർ റിഗ്രറ്റ് ബൈയിങ് ദിസ് പെർഫ്യൂം. ഇഫ് യു റിയലി ഹാവ് മണി, പ്ലീസ് ഗോ ആൻഡ് ബൈ പ്രാഡ പാരഡോക്സ്. ഒറിജിനൽ ഓർ ഇന്ത്യൻസ് അപ് ടു യു, ബട്ട് ഐ പേഴ്സണലി ലൈക്ക് ഒറിജിനൽ. അപ്പോൾ ഇതാണ് നമ്മുടെ 7ാമത്തെ പെർഫ്യൂം. അത് കഴിഞ്ഞിട്ട്, സോ ദിസ് ഈസ് ഫ്രോം ദ ബ്രാൻഡ് കോൾഡ് ക്രിസ്റ്റൽ നോയറിൻ്റെ വെർസാച്ചെയാണ് ഞാൻ മേടിച്ചത്. ഇതാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ 8ാമതായിട്ട് മേടിച്ചത്. ദിസ് വൺ ഐ ബോട്ട് ഫ്രം ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇതിനെ പറ്റി എനിക്ക് പറയാൻ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പെർഫോമൻസും ഇതിൻ്റെ ലോഞ്ചിവിറ്റിയും ഇതിൻ്റെ പ്രൊഡക്ഷനും എല്ലാം ക്ലാസ്, അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ലുക്ക് അറ്റ് ദ ബോട്ടിൽ, ഹൗ യുണീക്ക്, ഹൗ ഇന്നോവേറ്റീവ്, ഹൗ ക്യൂട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ക്യാപ്പൊക്കെ പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഇറ്റ് ലുക്സ് വെരി എക്സ്പെൻസീവ്, റൈറ്റ്? കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അടിപൊളി ഫീലാണ്. യാ, ദിസ് വൺ ഈസ് സോ ഗുഡ്. എനിക്ക് ലൈഫ് ലോങ് ഒരൊറ്റ സിഗ്നേച്ചർ ഒരു സ്മെല്ലേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഐ വുഡ് പ്രിഫർ ദിസ്. ബിക്കോസ് ഓ മൈ ഗോഡ്, ഭയങ്കര നല്ല സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്മെല്ല്. ഐ റെക്കമെൻഡ് ദിസ് വൺ. എല്ലാവർക്കും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യും. എനിക്കിതിന് എന്താ പറയേണ്ടതെന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുളിച്ച് വരുമ്പോൾ ഉള്ള ഇതും അങ്ങനെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷാമ്പുവോ ഒക്കെ ഇട്ട് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കര ഒരു സ്വീറ്റ് ഫ്രഷ് സ്മെല്ലാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് നോട്ട്സിനകത്ത് ബ്ലാക്ക് പെപ്പർ, ജിഞ്ചർ, കാഡമമാണ് പറയുന്നത്. പക്ഷെ ഭയങ്കര സ്പൈസിനെസ് എനിക്ക് തോന്നാറില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ സ്പൈസിനെസ്സിനെ ബാലൻസ് ചെയ്യുന്ന പോലെ കോക്കനട്ട് ഉണ്ട്. ആ ഒരു കോക്കനട്ട് വരുന്നുണ്ടാവും. ഞാൻ പറയാം, ഭയങ്കര ഒരു കുളിച്ച് നമ്മൾ വരുന്ന ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞില്ല. മേ ബി ആ ഒരു കോക്കനട്ട് ഉള്ളതുകൊണ്ടായിരിക്കും. കോക്കനട്ട്, ഗാർഡനിയ, ഓറഞ്ച് ബ്ലോസം, പിയോണി. ഈ പിയോണി വരുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ ഇതാണ് എൻ്റെ മിഡിൽ നോട്ട്. ഇനി എൻ്റെ ബേസ് നോട്ട് മസ്ക് ആൻഡ് ആംബർ ആണ്. എനിക്കിൻ്റെ നോട്ട്സിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്ക് കിട്ടുന്നത് ഭയങ്കര ഒരു സ്വീറ്റ്, ആ ഒരു സ്പൈസിനെസ്സിനെ ബാലൻസ് ചെയ്തും കൊണ്ടുള്ളൊരു സ്വീറ്റ്, ഭയങ്കര റിഫ്രഷിങ്, ഭയങ്കര എയറി,
ഭയങ്കര ഒരു ബ്രീസി കൈൻഡ് ഓഫ് സ്മെല്ലാണ് ഫോർ മീ. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് പെർഫ്യൂം, ദിസ് ഈസ് മൈ നെക്സ്റ്റ് എൻ്റെ 9ാമത്തെ പെർഫ്യൂമാണിത്. ദിസ് ഈസ് ഫ്രം ദ ബ്രാൻഡ് കോൾഡ് വിവല്ല ജ്യൂസി കച്ചോറിൻ്റെ ഗോൾഡ് കച്ചോറാണ്. സോ ദിസ് വൺ ഞാൻ മേടിക്കുന്നതിൻ്റെ കാരണം, ഈ പെർഫ്യൂംസിനെ പറ്റി വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, ജെറമി ഫ്രാഗ്രൻസ്. അയാളെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഈ പെർഫ്യൂംസിനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് അയാളുടെ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ജെറമി ഫ്രാഗ്രൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര നോളജുള്ള പെർഫ്യൂംസിൻ്റെ ഒരു അഗ്രഗണ്യനായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ ചാനലിൽ അയാൾ ഒരുപാട് സംസാരിച്ചേക്കുന്ന ഒരു പെർഫ്യൂമാണ് ദിസ് വൺ. കണ്ടോ, ലുക്ക് അറ്റ് ദ പാക്കേജിങ്. ഓ മൈ ഗോഡ്, ഹൗ ക്യൂട്ട്, ഗേളി പാക്കേജിങ്, അറ്റ് ദ സെയിം ടൈം വെരി ക്ലാസി. എനിക്ക് ഭയങ്കര ഒരു ക്യൂട്ട് ഗേളി ആൻഡ് ഭയങ്കര വെയിറ്റാണ്. ആൻഡ് സി, ഈ ക്യാപ്പൊന്നും അത്ര ഒരു ചീപ്പ് സംഭവമേ അല്ല, ഭയങ്കര ഒരു ക്ലാസി ലുക്കാണ്. ഞാൻ വേറെ ഇതിൻ്റെ കുറേ ഇതിൽ കുറേ വേരിയൻസ് ഉണ്ട്, അതൊന്നും ഞാൻ ട്രൈ ആക്കിയില്ല. ഞാൻ നേരെ പോയി ജെറമി ഫ്രാഗ്രൻസ് പറയുന്നത് മാത്രം കേട്ട് മേടിച്ചൊരു പെർഫ്യൂമാണ്. ബട്ട് അത് നമുക്കൊരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ തോന്നില്ല, ബിക്കോസ് ദിസ് ഈസ് ദ ഒൺലി ഗോർമെൻറ്റ് ഫ്രാഗ്രൻസ് ഐ ഹാവ്. ദിസ് ഈസ് ദ പക്ക ഒരു ഗോർമെൻറ്റ് ഫ്രാഗ്രൻസ് ആണ്. അതായത് നമുക്ക് ഇങ്ങനെ മണത്താൽ നമുക്ക് തിന്നാൻ തോന്നുന്ന, എന്താ പറയുക, കാരമൽ സ്വീറ്റ് സ്മെല്ലാണ്. ഓ മൈ ഗോഡ്, ഭയങ്കര നല്ല മണമാണ്. ഇത് ഭയങ്കര ഒരു ഗേളി ഓ മൈ ഗോഡ്, സോ സ്വീറ്റ്. തിന്നാൻ തോന്നും നമുക്ക് ശരിക്കും. ഭയങ്കര നല്ല സ്മെല്ലാണ്. ഇതിനെപ്പറ്റി കൂടുതൽ വർണ്ണിക്കാൻ അറിയത്തില്ല. ഒരു ടീനേജ് കുട്ടികൾക്ക് തൊട്ട് യങ് ആയിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ സ്വീറ്റ് ആയിട്ടുള്ള എഡിബിൾ സ്മെല്ലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ നോട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് നോട്ട് എന്ന് പറയുമ്പോൾ വൈൽഡ് ബെറീസ് ആണ്. മിഡിൽ നോട്ട് ഹണി സക്കിൾ, ഹണി ജാസ്മിൻ. ഈ ഹണി സക്കിൾ ആൻഡ് ജാസ്മിൻ സമ്പക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മിഡിൽ നോട്ട്. നമ്മൾ ഭയങ്കര മധുരം, എന്തോ തിന്നാൻ തോന്നും നമുക്ക്. ആൻഡ് ബേസ് നോട്ട് കാരമൽ, വാനില, ആംബർ ആൻഡ് സാൻഡൽവുഡ്. നിങ്ങൾക്കൊരു ഗോർമെൻറ്റ് പെർഫ്യൂം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി മണത്തെങ്കിലും നോക്കണം. എനിക്ക് ഈ പെർഫ്യൂം ഞാനിങ്ങനെ അടിച്ച് നടക്കാൻ വേണ്ടി മേടിച്ചതല്ല, ലൈക്ക് ഇതിൻ്റെ മണത്തിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. ഭയങ്കര നല്ല മണം. ഞാനിങ്ങനെ വെറുതെ മൂഡ് ഓഫ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ പോയിട്ട് ഇതൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത മണക്കമുണ്ടല്ലോ, ഭയങ്കര നല്ലൊരു ഫീലാണ്. അത്രയും നല്ല മണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ് വാസ് മൈ 9th പെർഫ്യൂം. അങ്ങനെ നമ്മുടെ 2024 എല്ലാ പെർഫ്യൂംസും അവസാനിച്ചു. 2025 ഞാൻ തുടങ്ങുന്നത് പെർഫ്യൂം മേടിച്ചും കൊണ്ടാണ്. ഇപ്രാവശ്യം എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു, ബാംഗ്ലൂരിൽ കുറേ സമയം ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. അപ്പം ഞാൻ ഇതുവരെയും അത്ര എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് പെർഫ്യൂമാണ് ടോം ഫോർഡ്, ഗൂച്ചി, ഈ മിസ് ഡിയോറ്. അപ്പം ഞാൻ ഓർത്ത് ഇപ്രാവശ്യം സമയം എടുത്തൊന്ന് നോക്കാം. അങ്ങനെ പോയി നോക്കിയപ്പോൾ ഡിയോറിൻ്റെ വേറെ ഒരു പെർഫ്യൂം എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല, ലൈക്ക് എൻ്റെ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ലല്ല. ഗൂച്ചി എനിക്ക് ശരിക്കും ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡായി. ഞാൻ അങ്ങനെ ജാസ്മിൻ ഫാൻ അല്ല, എനിക്ക് ഭയങ്കര ജാസ്മിൻസ് മണമാണ് ഗൂച്ചി. പക്ഷേ നല്ല ജാസ്മിൻസ് മണമാണ് കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഗുച്ചി മേടിക്കണോ ഡിയോർ മേടിക്കണോ. അങ്ങനെ അവസാനം ഇതാണ് ഞാൻ ഫൈനലൈസ് ചെയ്തത്. സോ ദിസ് ഈസ് എൻ്റെ ആദ്യത്തെ 2025 ആദ്യത്തെ പെർഫ്യൂമാണിത്. ആൻഡ് കമ്മിങ് ടു ദ സ്മെൽ, ഞാൻ പറഞ്ഞില്ല ഡിയോറിൻ്റെ മറ്റ് ഒരു പെർഫ്യൂമും എനിക്ക് ഇഷ്ടമല്ല, ഇതുവരെ ഇഷ്ടമല്ല. പക്ഷേ ഇത് എനിക്കറിയത്തില്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദിസ് ഈസ് സോ ഗുഡ്. അമ്മേ, തുറക്കുമ്പോൾ തന്നെ ഇത് ഭയങ്കര നല്ല സ്മെല്ലാണ്. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നും പ്രാഡയായിട്ട് എന്തോ ഒരു ചെറിയ സാമ്യം, പക്ഷേ നോട്ട്സൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷേ എനിക്കെന്തോ ആ ഒരു സെയിം വൈബാണ് ഇത് കിട്ടിയത്. ആൻഡ് ദിസ് ഈസ് സോ സ്ട്രോങ്. ഹൗ നല്ല മണം, നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ്. ആൻഡ് ഇതിൻ്റെ പ്രൊജക്ഷനെ പറ്റിയും ലോഞ്ചിവിറ്റിയെ പറ്റി എനിക്ക് അത്രയ്ക്ക് പറയാൻ അറിയത്തില്ല, ബിക്കോസ് ഞാനിത് ഒരുപാട് യൂസ് ചെയ്തില്ല. മേടിച്ചിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ, ജനുവരിയിൽ മേടിച്ചതാണ്. ഒരു 2 തവണയൊക്കെ ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്കിതിനെപ്പറ്റി ഒരുപാട് പറയാൻ ഇപ്പം അറിയത്തില്ല. ബട്ട് ഇത് പാർഫം ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ലാസ്റ്റ് ചെയ്യും.
പക്ഷേ എന്ന് വെച്ചാൽ ഇതിൻ്റെ അത്രയ്ക്കൊന്നും ഒരു ഭയങ്കര ലാസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടി യൂസ് ചെയ്താലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എനിക്കിത് അടിക്കുമ്പോൾ തോന്നുന്നത് ഭയങ്കര ഒരു ഫ്രൂട്ടി പ്ലസ് സ്വീറ്റ്, അതിൻ്റെ ഒരു ബാലൻസ് ആണ്. ആ ഒരു ഫ്ലോറൽ ഫ്രൂട്ടി കുറച്ച് അവിടെ ഒരു ഇച്ചിരി ഫ്ലോറൽ ആൻഡ് സ്വീറ്റ്, ആ ഒരു സ്മെല്ലാണ്. ഇതും ഒരു നല്ല പെർഫ്യൂമാണ്. ഇതാണ് എൻ്റെ ടോപ്പ് 10 പെർഫ്യൂം. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ് എല്ലാം. അപ്പം ഇനി ഞാൻ കുറേ പെർഫ്യൂംസ് മേടിക്കാൻ ഇനിയും പ്ലാൻ ഉണ്ട്. 2025 എൻ്റെ കളക്ഷൻ ഇങ്ങനെ കൂട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് എന്നോടിപ്പോൾ നിങ്ങൾ ഒരാളെന്നോട് ചോദിക്കുകയാണ്, അശ്വതി ക്യാൻ യു റെക്കമെൻഡ് എ പെർഫ്യൂം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനത്തെ സ്മെല്ലാണ് ഇഷ്ടം, ഫ്രൂട്ടി ആണോ ഇഷ്ടം, ഫ്ലോറൽ ആണോ ഇഷ്ടം, അങ്ങനെ ചോദിച്ചിട്ടായിരിക്കും ഞാൻ അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇഫ് യു ആസ്ക് മീ, ഇതിനകത്ത് നിന്ന് ഇപ്പോൾ 10 പെർഫ്യൂമിൽ എന്നോടിപ്പോൾ ചോദിക്കുകയാണ് ഒരു പെർഫ്യൂം കണ്ണടച്ച് റെക്കമെൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ, ഞാൻ നമ്മൾ കൊടുക്കുന്ന കാശിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിസിൽ ഐ വുഡ് റെക്കമെൻഡ് പ്രാഡ അടിപൊളിയാണ്, ഇറ്റ്സ് വേർത്ത് ദ മണി. അപ്പോൾ ഐ വുഡ് റെക്കമെൻഡ് വൺ പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രാഡ ആയിരിക്കും. ആൻഡ് അനദർ വൺ ഈസ് ലവിയബെൽ, ലാൻകോമിൻ്റെ ലവിയബെൽ ആയിരിക്കും. ദീസ് ടു ഞാൻ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടും. ആൻഡ് ദിസ് വൺ ഈസ് മൈ ഫേവറേറ്റ്. ഐ ഡോണ്ട് വോണ്ട് എനി വൺ എൽസ് വെയറിങ് ദിസ്. അതുകൊണ്ട് ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നോടിപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, അശ്വതി ഇതിനകത്ത് ഏത് പെർഫ്യൂമാണ് തീർന്നു പോയാലും പിന്നും മേടിക്കുന്ന പെർഫ്യൂം ഏതാണെന്ന് ചോദിച്ചാൽ, ഐ വുഡ് സേ YSLൻ്റെ ലീബ്രിൻ്റെ ഇൻറ്റൻസ്. ഓ മൈ ഗോഡ്, ഇതെനിക്ക് ഇത് രണ്ടും ഭയങ്കര നല്ല പെർഫോമൻസ് ആണെങ്കിലും ഇത് എനിക്ക് വെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ്, ലൈക്ക് ഇറ്റ് ഡിസ്ക്രൈബ്സ് മീ. എനിക്ക് ആപ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. സോ ദിസ് വൺ ഐ വിൽ റീപർച്ചേസ് ഫോർ ഷുവർ. ആൻഡ് ഈ വർഷം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്, വൺ ഈസ് ടോം ഫോർഡിൻ്റെ ബ്ലാക്ക് ഓർക്കിഡ് ആൻഡ് ഗൂച്ചി ബ്ലൂ, ദെൻ ലൈറ്റ് ബ്ലൂ, ഡെഫിനറ്റ്ലി ഡോൾച്ചെ ആൻഡ് ഗബാനയുടെ ലൈറ്റ് ബ്ലൂ എനിക്ക് എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ച് മേടിക്കണം. അർമാനിയുടെ സി കളക്ഷനിലുള്ള പാഷൻ മേടിക്കണം. അങ്ങനെ കുറേ പെർഫ്യൂംസ്. വാലന്റീനോ ഈ വർഷം എന്തായാലും മേടിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിനി മേടിക്കാൻ ആഗ്രഹിക്കുന്ന പെർഫ്യൂംസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇത് ആരെങ്കിലും ആരെങ്കിലും കാണുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് ഈ പെർഫ്യൂംസിനെ പറ്റി പറയുന്നതും സംസാരിക്കുകയൊക്കെ ചെയ്യണം. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. ഇത് ആരെങ്കിലും കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇഫ് യു ഹാവ് വാച്ച്ഡ് അണ്ടിൽ ഹിയർ, please consider subscribing to my channel. Please do like my video. Please share your opinions in the comment section. Please do comment your favorite fragrance. നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രാൻഡഡ് പെർഫ്യൂം ഏതാ, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ഫേവറേറ്റ് പെർഫ്യൂം ഏതാ, നിങ്ങളുടെ ഫസ്റ്റ് പെർഫ്യൂം ഏതാ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെമ്മറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ സംസാരിക്കാനൊക്കെ. ആക്ച്വലി എൻ്റെ കയ്യിൽ കുറേ പെർഫ്യൂംസ് ഇനി വേറെ ഉണ്ട്, ലൈക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പെർഫ്യൂം, അറബിക് പെർഫ്യൂംസ് ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ വീഡിയോൻ്റെ റെസ്പോൺസ് കണ്ടിട്ട് വേണം എനിക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.